ഹായ് ഗൈസ്, നമുക്ക് കുറച്ച് മെറ്റൽസിനെ കുറിച്ച് പഠിക്കാം. മെറ്റൽസ്, ലോഹങ്ങളെ കുറിച്ച് പഠിക്കാം. ഇലക്ട്രോ പോസിറ്റീവ് മൂലകങ്ങളാണ് ലോഹങ്ങൾ എന്നറിയപ്പെടുന്നത്. ഇലക്ട്രോ പോസിറ്റീവ് മൂലകങ്ങളാണ് ലോഹങ്ങൾ. ലോഹങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് മെറ്റലർജി. ലോഹങ്ങളെക്കുറിച്ചുള്ള പഠനം മെറ്റലർജി. മൂലകങ്ങളെ ലോഹങ്ങൾ, അലോഹങ്ങൾ എന്നിങ്ങനെ രണ്ടായിട്ട് തിരിച്ചത് ആരാണ്? അന്റോണിയോ ലാവോസിയാണ്. അന്റോണിയോ ലാവോസിയ. ലോഹങ്ങളുടെ രാജാവാണ് സ്വർണം. ലോഹങ്ങളുടെ രാജാവാണ് സ്വർണം. സ്വർണം ലയിക്കുന്ന ദ്രാവകം ഏതാണ്? അക്വാ റീജിയ. സ്വർണം ലയിക്കുന്ന ദ്രാവകം അക്വാ റീജിയയാണ്. മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്ന ലോഹങ്ങൾ ഏതൊക്കെയാണ്? സോഡിയവും പൊട്ടാസ്യവും. മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്നത് സോഡിയവും പൊട്ടാസ്യവും. സോഡിയം ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഉൽപ്പന്നമായി ലഭിക്കുന്നതാണ് ക്ലോറിൻ. സോഡിയം ഉൽപ്പാദിപ്പിക്കുമ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റ് ഏതാണ്? ക്ലോറിൻ. കൈവെള്ളയിൽ ചൂടിൽ പോലും ദ്രാവകാവസ്ഥയിലാകുന്ന ലോഹമാണ് ഗാലിയം. കൈവെള്ളയിലെ ചൂടിൽ പോലും ദ്രാവക അവസ്ഥയിൽ ആവുന്നത് ഏതാണ്? ഗാലിയമാണ്. ഗാലിയം. സാധാരണ അന്തരീക്ഷ ഊഷ്മാവിൽ ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്നതാണ് ബ്രോമിൻ. ദ്രാവകാവസ്ഥയിൽ കാണുന്നത് ബ്രോമിൻ. സ്ഥിരകാന്തങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ലോഹമാണ് കൊബാൾട്ട്. സ്ഥിരകാന്തങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നതാണ് കൊബാൾട്ട്. അറ്റോമിക ക്ലോക്കുകളിൽ ഉപയോഗിക്കുന്നത് സീസിയമാണ്. അറ്റോമിക ക്ലോക്കുകളിൽ ഉപയോഗിക്കുന്നത് സീസിയം. സാധാരണ താപനിലയിൽ ദ്രാവകാവസ്ഥയിലുള്ള ലോഹങ്ങൾ ഏതാണ്? മെർക്കുറി, സീസിയം, ഫ്രാൻഷ്യം, ഗാലിയം. സാധാരണ താപനിലയിൽ ലിക്വിഡ് ഫോമിലിരിക്കുന്ന ഏതൊക്കെയാണ്? മെർക്കുറി, സീസിയം, ഫ്രാൻഷ്യം, ഗാലിയം. എക്സ്റേ ട്യൂബ്സിന്റെ വിൻഡോസ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നതാണ് ബെർലിയം. എക്സ്റേ ട്യൂബ്സിന്റെ വിൻഡോസ് നിർമ്മിക്കുന്നത് ഏതുപയോഗിച്ചാണ്? ബെർലിയം. വൈദ്യുത ബൾബിൽ ഫിലമെന്റായി ഉപയോഗിക്കുന്നത് ടങ്സ്റ്റൺ ആണ്. ഏറ്റവും കുറഞ്ഞ തോതിൽ ദ്രവിക്കുന്ന ലോഹമാണ് ഇറീഡിയം. ഏറ്റവും കൂടുതൽ തോതിൽ ദ്രവിക്കുന്ന ലോഹം ഇറീഡിയമാണ്. സാന്ദ്രത ഏറ്റവും കൂടിയ ലോഹമാണ് ഏത്? ഓസ്മിയം. എങ്കിൽ സാന്ദ്രത കുറഞ്ഞതോ? ലിഥിയം. കൂടിയത് ഓസ്മിയം, സാന്ദ്രത കുറഞ്ഞത് ലിഥിയം. മഴവിൽ ലോഹം എന്നറിയപ്പെടുന്നതും ഇറീഡിയമാണ്. മഴവിൽ ലോഹം ഇറീഡിയം. പ്രതീക്ഷയുടെ ലോഹം എന്നറിയപ്പെടുന്നത് എന്താണ്? പ്രതീക്ഷയുടെ ലോഹം യുറേനിയമാണ്. പ്രതീക്ഷയുടെ ലോഹം യുറേനിയം. കാടിന് ഏറ്റവും കൂടിയ ലോഹം ഏതാണ്? ക്രോമിയമാണ്. കാടിന് ഏറ്റവും കൂടിയ ലോഹം ക്രോമിയം. താപം, വൈദ്യുതി എന്നിവ ഏറ്റവും നന്നായി കടത്തിവിടുന്നത് വെള്ളിയാണ്. ആരാണ്? വെള്ളി. ആദ്യമായി നിർമ്മിക്കപ്പെട്ട കൃത്രിമ മൂലകമാണ് ടെക്നീഷ്യം. വൈറ്റമിൻ B12 അടങ്ങിയിരിക്കുന്ന ലോഹമാണ് കൊബാൾട്ട്. വൈറ്റമിൻ B12 കൊബാൾട്ട്. ഏറ്റവും വില കൂടിയ ലോഹം ഏതാണ്? റേഡിയമാണ്. ഏറ്റവും വില കൂടിയ ലോഹം റേഡിയം. കുലീന ലോഹങ്ങൾ എന്നറിയപ്പെടുന്നതാണ് സ്വർണം, വെള്ളി, പ്ലാറ്റിനം. സ്വർണം, വെള്ളി, പ്ലാറ്റിനം. വെള്ളി ആഭരണങ്ങളെ കുറിക്കുന്നതാണ് സൾഫറിന്റെ സംയുക്തങ്ങൾ. രത്നലോഹം എന്നറിയപ്പെടുന്നത് ബെർലിയമാണ്. രത്നലോഹം ബെർലിയം. ഇനി ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന ഏതാണ്? നമ്മുടെ മെഗ്നീഷ്യമാണ് അല്ലേ. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതെന്ന് ചോദിച്ചാൽ കാൽസ്യമാണ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കുറവ് ഏതെന്ന് ചോദിച്ചാൽ അത് മാംഗനീസാണ്. എല്ലിൻ്റെയും പല്ലിൻ്റെയും വളർച്ചയ്ക്ക് ആവശ്യം ഏതാണ്? കാൽസ്യമാണ്. എല്ലിൻ്റെയും പല്ലിൻ്റെയും വളർച്ചയ്ക്ക് ആവശ്യം കാൽസ്യമാണ്. രക്തത്തിലെ ഹീമോഗ്ലോബിൻ അടങ്ങിയിരിക്കുന്ന ലോഹമാണ് ഇരുമ്പ്. രക്തത്തിലെ ഹീമോഗ്ലോബിൻ അടങ്ങിയിരിക്കുന്ന ലോഹമാണ് ഇരുമ്പ്. മനുഷ്യരിൽ രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നത് ഏതാണ്? സോഡിയമാണ് അല്ലേ. ബ്ലഡ് BP കൂട്ടുന്നത് സോഡിയമാണ്. ജന്തുക്കളുടെ കണ്ണുകളിൽ കാണപ്പെടുന്ന ലോഹമാണ് സിങ്ക്. ജന്തുക്കളുടെ കണ്ണുകളിൽ കാണപ്പെടുന്നത് സിങ്കാണ്. കടൽ വെള്ളരിക്കയിൽ സമൃദ്ധമായി കാണപ്പെടുന്ന